ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്തി യമ്മി ബൈറ്റ്സ്. ഐ എം സൂസൻ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയായ ഒരു കിടിലൻ സ്റ്റാർട്ടർ ഐറ്റമാണ് സ്കോച്ച് എഗ്. അപ്പോൾ ഈ സ്കോച്ച് എഗിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ കാണുന്നതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കണേ. ഒരു 1/2 കിലോ മിൻസ്ഡ് മീറ്റ് ആൻഡ് ബീഫാണ്. ഇഞ്ചി, പച്ചമുളക്, സവാള ഇതെല്ലാം ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിട്ടുണ്ട്. സവാളയും ചെറുതായി കൊത്തിയരിഞ്ഞെടുക്കുക. ഇനിയും ചെയ്യാനുള്ളത് ഒരു വലിയ ബൗളിലേക്ക് ഈ മിക്സ് ചെയ്ത മീറ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഡ്രൈ മസാല കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നിങ്ങൾ. കസൂരി മെത്തി, നമ്മുടെ പുതിനയില പൊടിച്ചത് 1 നുള്ള്, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി ചേർത്തിളക്കാം. മസാലയൊക്കെ മീറ്റിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടി കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് തിരിഞ്ഞ് മിക്സ് ചെയ്തെടുക്കാം. നല്ല ബൈൻഡിങ് കിട്ടുന്നതിന് വേണ്ടി 1-2 സ്പൂൺ ബ്രെഡ് പൊടിച്ചതും കൂടെ ചേർക്കുന്നു. 1 സ്പൂൺ കോൺഫ്ലവറും ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി ചേർത്ത് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഇത് മസാലയൊക്കെ നല്ലതായിട്ട് മീറ്റിലോട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് നന്നായിട്ട് അടച്ച് മിനിമം അരമണിക്കൂർ റെഫ്രിജറേറ്ററിൽ വെക്കാം. മസാലയെല്ലാം മീറ്റിലേക്കൊന്ന് നന്നായിട്ട് പിടിച്ചു വരട്ടെ. ഈ സമയത്ത് നമുക്ക് മുട്ട ബോയിൽ ചെയ്യാൻ വെക്കാം. ഞാനൊരു 3 മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 6 മിനിറ്റ് ബോയിൽ ചെയ്തെടുക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ മീറ്റ് മിക്സ് തുറന്ന് നോക്കാം. ഫ്രഷായി പൊടിച്ചെടുത്ത് 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. മീറ്റിൻ്റെ കൂടെ കുരുമുളകും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. മുട്ട ബോയിൽ ചെയ്തത് തണുത്ത ശേഷം പൊട്ടിച്ച് റെഡിയാക്കി വെക്കുക. അതിൻ്റെ കൂടെ ബ്രെഡ് ക്രംസും കോൺഫ്ലവറും റെഡിയാക്കി വെക്കുക. മുട്ട ഒരു ടിഷ്യൂ വെച്ച് ഇങ്ങനെ ഒപ്പി അതിൽ വെള്ളമയമൊക്കെ നല്ലതായിട്ടൊന്ന് മാറ്റി കോൺഫ്ലവർ പുരട്ടിയെടുക്കാം. ഇനിയും വേണ്ടത് 2 മുട്ട നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്ത സ്റ്റെപ്പ് സ്കോച്ച് എഗ് ഷേപ്പ് ചെയ്യാനുള്ളതാണ്. മസാല ചേർത്ത് വെച്ചിരിക്കുന്ന മീറ്റ് മിക്സിൽ നിന്ന് ഒരു വലിയ ഉരുള എടുത്ത് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക. കയ്യിൽ വെച്ച് നല്ലതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ നടുവിലേക്ക് പൊടി പുരട്ടി വെച്ചിരിക്കുന്ന മുട്ട വെച്ച് ഇതിനെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. എല്ലാ വശവും നല്ലതായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. ക്രാക്കൊന്നും ഇല്ലാതെ നല്ല സ്മൂത്താക്കി ഷേപ്പാക്കി എടുക്കുക. ബാക്കിയുള്ള 2 മുട്ടയും കൂടെ ഇതുപോലെ ഷേപ്പ് ആക്കി എടുക്കട്ടെ. വളരെ ഈസിയായി ചെയ്യാവുന്നതേ ഉള്ളൂ, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ എത്ര ഈസിയായി ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ 3 മുട്ടയും ഞാനിവിടെ ഷേപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും അടിച്ചെടുത്ത മുട്ടയിൽ മുക്കിയ ശേഷം ബ്രെഡ് ക്രംസും പുരട്ടിയെടുക്കാം. പുറം നല്ല ക്രിസ്പി ആയി കിട്ടും. എല്ലാ മുട്ടയും ഇതുപോലെ തയ്യാറാക്കി എടുക്കുക. 3 എണ്ണവും ഞാനിവിടെ റെഡി ടു ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു കുഴിഞ്ഞ പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. പിന്നെ അതിൻ്റെ ഫ്ലെയിം മീഡിയമിലാക്കിയതിന് ശേഷം ഇത് ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കാം. തീ കുറച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വറക്കാൻ ശ്രദ്ധിക്കുക. ഒരു വശം ചെറിയ ബ്രൗൺ നിറമാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് ഏകദേശം ഒരു 6 മിനിറ്റ് നേരം വറുത്ത് നല്ല ബ്രൗൺ നിറമാകുന്നിടം വരെ വറുത്തെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള പാനിൻ്റെ സൈസ് അനുസരിച്ച് 2 or 3 ഒരുമിച്ചിട്ട് വറക്കാം. ഞാൻ ചെറിയ പാന് എടുത്തിരിക്കുന്ന കാരണം ഓരോന്നേ ഇടുന്നുള്ളൂ.
അധികം ഒരുമിച്ചിടാത്തതാണ് നല്ലത്, പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. വറുത്തെടുക്കാം. എല്ലാം വറുത്തെടുത്ത് ടിഷ്യൂ പേപ്പറിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വലിയ ചൂടൊന്ന് മാറി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂടൊന്ന് കുറയുമ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് വേണം സെർവ് ചെയ്യാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ്. കണ്ടാൽ ഒരു തേങ്ങാമുറി പോലില്ലേ? കേരളത്തിലൊക്കെ ചിലയിടങ്ങളിൽ ഇതിന് തേങ്ങാമുറി എന്ന പേരിലും അറിയപ്പെടുന്നു. കുറച്ച് സോസും ലെറ്റസ് ലീവ്സും ഒക്കെ ചേർത്ത് കഴിക്കാം. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പം സർപ്രൈസ് ആക്കാൻ പറ്റിയ നല്ല ഒരു കിടിലൻ ഐറ്റമാണ്, ഒരു നല്ല സ്റ്റാർട്ടർ ഐറ്റമാണ്. അപ്പോൾ ഈ സ്കോച്ച് എഗിൻ്റെ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഓർക്കണേ. മറ്റൊരു നല്ല ടേസ്റ്റി റെസിപ്പിയുമായി ഉടനെ എത്തുന്നതാണ്. തീർച്ചയായും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്